ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഇന്നലെ പാമ്പ് വന്നിട്ടായിരുന്നു, ഒരു ചെറിയൊരു പാമ്പ്. വിഷമില്ലാത്ത പാമ്പാണ്, എന്നാലും നമ്മള് ഏത് അങ്ങനെയൊക്കെ വരുന്ന പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിസരമൊക്കെ വൃത്തിയാക്കാൻ പോകുന്നു. ഈ പാമ്പുകൾ വരുന്നത് എന്താണ് പറഞ്ഞാൽ, നമ്മ വീട്ടിന്റെ ചുറ്റും എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എലികളെ പെറുക്കി തിന്നാൻ വരും. പെറുക്കി തിന്നാൻ വന്നാൽ എല്ലിനെ പിടിക്കാൻ പാമ്പ് വരും. പാമ്പ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നല്ല, എല്ലിനെ പിടിക്കാൻ വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ വല്ല ദോരങ്ങളോ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കുക. അതേമാതിരി എല്ലിനെ പിടിക്കുക. ഇതേമാതിരി തക്കാളിയൊക്കെ വെച്ച് കൂടി വെക്കുക. പിന്നെ ഈ ചെടികളൊക്കെ ഇതങ്ങനെ തിക്കി തിരക്കി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പൊ തണുപ്പൊക്കെ വരുമ്പോ ഇതിന്റെ ഇടയിൽ വന്നിട്ടൊക്കെ കിടക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ ചെടിന്റെ തിക്കൊക്കെ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള തിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വന്ന് എന്തെങ്കിലും ഇവിടെ വന്ന് കിടക്കണ്ടെങ്കിൽ കാണണമാതിരിയാകണം. അപ്പൊ കാണണമാതിരിയാകുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യും. പാമ്പ് ഇങ്ങനെ കാണുന്ന രീതിയിലാണെങ്കിൽ പാമ്പ് ഇങ്ങോട്ട് വരികയില്ല. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ഇവിടെ സ്ഥലം വൃത്തിയാക്കണം. ഇതേമാതിരിയുള്ള ഓട്ടകളുണ്ടല്ലോ വീട്ടിൻ്റെ അടിയിലൊക്കെ, ഈ സൈഡിൽ ഇങ്ങനെയുള്ള ഓട്ടകൾ, അങ്ങനെയുള്ള ഓട്ടകളൊക്കെ നമ്മൾ അടയ്ക്കണം. അതിലൊക്കെ വന്ന് കിടക്കും. നമുക്ക് നന്നായിട്ട് വൃത്തിയായി കാണണം. അപ്പൊ അതിനു വേണ്ടി ആവശ്യമില്ലാത്ത അടി കിടക്കണമൊക്കെ വെട്ടി വൃത്തിയാക്കി ഇങ്ങനെ ഇതേമാതിരി വെക്കുക. ഇതൊക്കെ തേങ്ങ ചകിരിയാണ്. ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ കത്തിക്കണമെങ്കിൽ ആരെങ്കിലൊക്കെ വേണ്ടവർ കത്തിക്കണവർക്ക് കൊടുക്കുക. വെറുതെ ഇവിടെയൊക്കെ വെച്ച് സ്ഥലം മുടക്കണ്ട. ഇതാ ഇനിയുണ്ട്, കൊണ്ടുപോയിക്കോളി. കൊണ്ടുപോയിക്കോളി. ഇനിയും ഇവിടെ ഉണ്ട് ചേച്ചി. അടുത്ത പ്രാവശ്യം വരുമ്പോ അതും കൊണ്ടുപോയി. ഓ ആ കിട്ടാത്ത കാലമല്ലേ, വറക് കിട്ടാത്ത കാലുമാണ്. ഗ്യാസ് എന്താ വില, കിട്ടിയത് പിന്നെ നല്ലതല്ലേ, ലാഭമല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് കത്തിക്കാൻ. പണി ചെയ്യാനൊക്കെ ഉഷാറാണ് കുട്ടിക്ക്. ആ നല്ല കുട്ടിയാ. ഇതൊക്കെ മാമപ്പൂച്ചന്റെ കൊമ്പൊക്കെ വെട്ടി. ഇപ്പൊ ഇതെവിടെയൊക്കെ ഇങ്ങനെ ഈ കോലത്തിൽ ഉണ്ടായിരുന്നാണ്. ഇതുണ്ട് അടിയൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്നും ഇവിടെ വെച്ചാൽ നമുക്ക് ഇതിന്റെ അടിയിലൊന്നും വന്നൊന്നും അറിയേയില്ല പാമ്പൊന്നും. തണുപ്പുള്ള അപ്പൊ ഇതൊക്കെ ഇവിടെ അടിച്ചു വൃത്തിയാക്കണം. ഇനി മാറ്റിയിട്ട് ഇതൊന്നും ഇനി ഇവിടേക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാണ്ട് ഇതാ എലി ഇതോടുന്നുണ്ട്. വള തവളനെയൊക്കെ പിടിക്കാൻ വരും. ഇതിനെയൊക്കെ ഒഴിവാക്കണം, വൃത്തിയാക്കണം. ഇനി ഇതൊക്കെ ഒഴിവാക്കാം. ഇതുണ്ട് അങ്ങനെയുള്ള ഇതിന്റെ ഇടുക്കിലൊന്നും പോയി ഒന്നും അറിയില്ല. അപ്പൊ നമ്മത് ചെയ്യുമ്പോ തന്നെ ശ്രദ്ധിച്ചു വേണം ചെയ്യണമെങ്കിൽ. എന്നിട്ട് ഉണങ്ങിയതും ഇങ്ങനെ ആവശ്യമില്ലാത്ത അധികം നിൽക്കുന്ന താഴെയുള്ള ഇലകളിനെയൊക്കെ ആദ്യം നന്നായി നമ്മളെ ആദ്യം ശ്രദ്ധിച്ചിട്ട് എനിക്ക് വലിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഓടിപ്പോയി വലിക്കാൻ പറ്റില്ല. നമുക്കിത് വൃത്തിയായി കാണണം. ഈ ഉണങ്ങിയ ചെടികളൊന്നും ആവശ്യമില്ല ഇതിന്റെ അടിയിൽ. പടി നീറ്റായിട്ട് കാണണം. നല്ല പാട്ടാ പാടുന്നല്ലേ. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ പലവരും പറഞ്ഞു, ശുചിക്കുട്ടി പുറത്തും തൊടിയിലൊന്നും കളിക്കാൻ വിട്ടാക്കണ്ട, ഈ പാമ്പ് സീസണൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാണ് പലവരും. അവര് സ്നേഹം കൊണ്ട് പലവരും പറഞ്ഞാണ്. പാമ്പ് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മ ആകുന്നത്ര വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കുക, അത്ര തന്നെ. മതിലിന്റെ ഓരത്തുള്ള അത്യാവശ്യം ചില ചെടികളൊക്കെ മാറ്റണം. ഇങ്ങനെ ഗ്യാപ്പ് കാണണം. ഇങ്ങനെ ഫുള്ള് നിൽക്കാൻ പറ്റില്ല. ഇടയിൽ ഇരുന്നോട്ടെ. ഇതിന്റെ തിക്കൊക്കെ ഒന്ന് എന്തായാലും കുറയ്ക്കാം. മുളക് ചെടിയാണ്. ഈ മുളക് ഇല കറി വെക്കില്ലേ? അത് ഇപ്പൊ ഇതൊന്നും ഇതിലൊക്കെ വെള്ളപ്പാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതല്ലേ, മുമ്പൊക്കെ കറി വെക്കും. പണ്ടൊക്കെ മുളകിന്റെ ഇലയും കറി വെക്കും. വെള്ളപ്പാറ്റ വന്നു. അപ്പൊ ഇതിനി ഒന്ന് ഇല്ല, അത് വെള്ളപ്പാറ്റയാണ്. ഇതൊരു കായ് ഉള്ളത്. ഇതുണ്ട് പാറ്റകള്. ചെടി നന്നായി അവച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ മുഴുവൻ പാറ്റയാണ്, വെള്ളപ്പാറ്റ. അപ്പൊ നമ്മ അതിനെയും വെട്ടി ഒതുക്കുന്നു. പുതിയ ഇല വരട്ടെ. അതേമാതിരി ഇതിന്റെ അടി ഇത് കണ്ടില്ലേ, തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മൾ അതിനെ ഇതേമാതിരി അടി വെട്ടി വൃത്തിയാക്കണം, ഒതുക്കണം വെട്ടിയിട്ട്. വേസ്റ്റ് ആയിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം. നമുക്ക് ചെടികളുടെ അടിഭാഗം ക്ലിയറായി കാണണം. തക്കാളി വെച്ചിട്ട് എലിനെ പിടിക്കാനാ വരുന്നത്. അപ്പൊ എലി ഇതിൽ പെട്ട്, എലി ഇല്ലെങ്കിൽ പിന്നെ പാമ്പൊന്നും കൊണ്ട് വരില്ല. അപ്പൊ എലിക്കൂടൊക്കെ നമ്മൾ നിറയെ വെച്ചിട്ടുണ്ട്.
രാത്രി എലി വന്നാൽ പിടിക്കാനൊരു കൂട് ഇതാ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് അവിടെയും വെച്ചിട്ടുണ്ട് ബാക്കിൽ. അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ കളയാ ശരിക്കുട്ടാ. വാ. അപ്പൊ വീട്ടിന്റെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗമൊക്കെ നമ്മ ഇവിടെ വൃത്തിയാക്കിയാണ്. ഇവിടെയൊക്കെ ചെടി പിടിച്ച് നിൽക്കണ്ടായി, ഇതിനൊക്കെ വൃത്തിയാക്കിയാണ്. ഇനി ഇവിടെയും കുറച്ചുണ്ട്. അപ്പൊ മതിലിന്റെ ഓരത്തൊക്കെ ഇങ്ങനെ വല്ല വള്ളികളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മ വെട്ടിയിട്ട് ഇതേമാതിരി വൃത്തിയാക്കി എടുക്കണം. ഇതുണ്ടേ ഈ വേസ്റ്റ് വെള്ളം പോണ ഇവിടെ. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കി മാറ്റണം. ഇതുണ്ട് ഇങ്ങനെയുള്ള ഓട്ടകളൊക്കെ അടയ്ക്കണം നമ്മള്. ഇതുണ്ട് ഓരോ ഓട്ടകള്. ഇതൊക്കെ കല്ല് വെച്ച് സിമെന്റ് വെച്ച് അടയ്ക്കണം. അപ്പൊ ഈ പാമ്പുകൾ എന്താ വരുന്നത് പറഞ്ഞാൽ എല്ലിനെ പിടിക്കാനും തവളനെ പിടിക്കാനൊക്കെ വരികയാണ്. പിന്നെ അത് ചൂട് കൊണ്ട് അതിന്റെ പോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിന് ചൂട് കൂടുതലാണ്. അപ്പൊ ആ ചൂട് കാരണം നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ തണുപ്പ് നോക്കി വരും. പിന്നെ എലികളിനെ പിടിച്ച് തിന്നാനും വരും. അപ്പൊ നമ്മ പരിസരത്തിൽ വേസ്റ്റ് ഒന്നും ഇടാണ്ടിരിക്കുക. എലികൾ തിന്ന വേസ്റ്റ് ഒന്നും. എലിയാണ് അത് തിന്നാൻ വരിക, അതിന് പിടിക്കാനാണ് പിന്നെ പാമ്പ് വരുന്നത്. അപ്പൊ പാമ്പ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നില്ല, അത് തണുപ്പും അതിന്റെ ഭക്ഷണം തേടി വരുമ്പോ പെട്ടെന്ന് നമ്മുടെ ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കാടും ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടുക്കിലൊക്കെ പോയി പറ്റി പിടിച്ച് കിടക്കും. അപ്പൊ നമുക്കതൊന്നും കാണാനും പറ്റില്ല. അതിനാണ് നമ്മൾ പരിസരം വൃത്തിയാക്കുന്നത്. പിന്നെ വെളുത്തുള്ളി തെളിച്ചിട്ടൊന്നും കാര്യമില്ല. മണ്ണെണ്ണയൊക്കെ തെളിച്ച് എന്താ പോകുന്നൊക്കെ പറയണോ, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് മണ്ണെണ്ണയൊന്നും കിട്ടാൻ പറ്റില്ല, ദിവസം അതും തെളിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പാമ്പ് എങ്ങനെ നമ്മളെ കടിച്ചു നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും സംശയം ഒക്കെ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാനും ബേജാറാകാനും ഓടാനും നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാനത്തോടെ ഇരിക്കണം. ഇത് നമ്മുടെ ഞരമ്പ് കൂടെയല്ലേ വിഷം കയറുന്നത്. നമ്മുടെ ബാക്കിയുള്ള ഒരു ഭാഗങ്ങളുണ്ട്, ഇറച്ചിയുടെ ഭാഗത്തുള്ള ഞരമ്പുകളുണ്ട്, അതിലൂടെയൊക്കെയാണ് കയറി വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ റെസ്റ്റ് ആയിട്ട് വരെ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, തല ഉയർത്തിയിരിക്കുക. തല ഉയർത്തിയ മാതിരിയായിട്ട് നമ്മൾ ഇരിക്കുക. ഇരുന്ന ശേഷം നമ്മ ആരെയും വിളിച്ച ശേഷം നമ്മ കെട്ടണം. കെട്ടുപറ മുറുക്കി കെട്ടുകയല്ല. നമ്മുടെ എന്തെങ്കിലും തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേമാതിരി ഇതങ്ങനെ കീറിയെടുക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള അരിയിലുണ്ടെങ്കിൽ ബാൻഡേജാണ് നല്ലത്, പക്ഷെ അതൊന്നും കിട്ടില്ല. അപ്പൊ ഇങ്ങനെ കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം ചീകൂട്ട കാണിക്ക്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കടിച്ചു പറഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റണം. പണ്ടൊക്കെ പറഞ്ഞ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനെ ഒരു കോല് വെച്ച് ചുറ്റാനാ പറയുന്നത്. പക്ഷെ അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്തഓട്ടം മുറുകിയിട്ട് നമ്മുടെ ഈ ബാലൻസ് ശേഷിയൊക്കെ നഷ്ടപ്പെടും. അപ്പൊ നമ്മ ഇങ്ങനെ ചുറ്റണം ആദ്യം. ഇതാ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു വിരലിന്റെ അതിൽ കൂടെ കടക്കുകയും ചെയ്യണം. ഇങ്ങനെ ചുറ്റി കയ്യിലാണെങ്കിൽ കയ്യില് ഇങ്ങനെ ചുറ്റിക്കൊണ്ടുപോകണം. എന്നിട്ട് കാലില് നീല നിറം വരുന്നുണ്ടോ തണുപ്പടിക്കണ്ടോ നമ്മൾ നോക്കണം. അത് പറഞ്ഞാൽ രക്തഓട്ടം കിട്ടും. അങ്ങനെ ചുറ്റി എത്ര ദൂരമാണ്, ഈ ദൂരം വേണമെങ്കിലും നമുക്ക് ചുറ്റാൻ പറ്റും. പിന്നെ രണ്ട് കാലിനെയും വേണമെങ്കിൽ ചേർത്തിയും വേണമെങ്കിൽ ഇത്തിരി ശുചിക്കുട്ടന്മാരുടെയും കെട്ടാൻ പറ്റില്ല. രണ്ട് കാലിന് ചേർത്തിയും വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് നമ്മ രോഗിനെ ഇളകാതെ ഇരുത്തിട്ട് നമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് 108 ആംബുലൻസിൽ വിളിച്ചാൽ അവർ ഉടൻ തന്നെ വന്ന് നമ്മളെ സ്ഥലത്തെത്തി കൊണ്ടുപോകും. അല്ലെങ്കിൽ അവർ ആവശ്യമുള്ള നിർദ്ദേശം തരും. നമ്മ നടക്കാണ്ടിരിക്കുക, ഓടാണ്ടിരിക്കുക, കഥയ്ക്കാണ്ടിരിക്കുക, രോഗിക്ക് റെസ്റ്റ് കൊടുക്കുക, ധൈര്യം കൊടുക്കുക. ഇതാണ് ഏറ്റവും ചെയ്യാനുള്ളത്. 108 എല്ലാവരും ഓർമ്മ വെക്കണം. അത് വന്നാൽ അവര് നമ്മളെ കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷകൾ നടത്തും. പിന്നെ പാമ്പിനെ പിടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാമ്പിനെ കുപ്പിയിലാക്കാൻ പോകണ്ടെന്ന് ആരും നിൽക്കണ്ട. അത് പാമ്പിനുള്ള അത് പറഞ്ഞ അവർക്ക് അറിയും. അല്ലെങ്കിലും ഡോക്ടർമാർക്ക് അറിയും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് അവര് വിലയിരുത്തും. പാമ്പിനെ തേടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയാണ് ചുറ്റേണ്ടത്. ഇതില് നീല നിറം വരുന്നുണ്ടോ നോക്കണം. അത് പറഞ്ഞാൽ രക്തഓട്ടം ഇല്ലാണ്ടെങ്കിൽ നീല നിറം വരും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാലില് കെട്ടിയതിന്റെ തലപ്പ് ഭാഗത്ത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം, അതൊക്കെ കൂടുതലാകുമ്പോഴാണ് കണ്ണിനൊക്കെ പ്രശ്നം വരിക. നമ്മൾ രോഗിനെ നടത്താൻ അയക്കാൻ പറ്റില്ല. അതിനാണ് 108 വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് എവിടെ ഉണ്ടെങ്കിൽ അത് പരിസരത്തിലുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, ഓടിയെത്തും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ രോഗിനെ അളക്കാണ്ട് നടക്കാണ്ട് നമ്മളൊരു താങ്ങി പിടിച്ച് ധൈര്യത്തിൽ കൊണ്ടുപോവുക. ശരിക്കുട്ടം ഇപ്പൊ എന്താ എന്നെ പാമ്പ് കടിച്ചോ അതാ എന്താ എനിക്ക് സംഭവിച്ചെന്ന് എനിക്ക് അറിയാണ്ടിരിക്കും. ഞാനൊരു പരീക്ഷണ വസ്തു. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. എന്നെ എന്തൊക്കെയാ ഈ മാമ ചെയ്യുന്നത്? മാമാന്റെ ഒരു മുണ്ട് വേസ്റ്റായി. നമ്മ ഈ മുണ്ടൊക്കെ മുണ്ട് കൊണ്ടൊക്കെ ഉപകാരം ഇതല്ലേ, മുണ്ട് സാരി പാവാട കൊണ്ടൊക്കെ ഉപകാരം. നമ്മ അപ്പൊ അതൊന്നും നോക്കാൻ പറ്റില്ല. അപകടം വന്നാൽ എന്താ വേണ്ടത് പറഞ്ഞാ അത് നമ്മ ചെയ്യണം.
എന്നിട്ട് നമുക്ക് ഇതിന് തുണിക്ക് തന്നെ വേണം പറഞ്ഞാൽ തുണിക്കടയിൽ പോയി തുണി വാങ്ങാൻ പോകാൻ പറ്റില്ലല്ലോ പാമ്പ് കടിച്ചിട്ട്. അപ്പൊ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? സാരി ആണെങ്കിൽ സാരി, പാവടയും പാവട, ഷർട്ട് ആണെങ്കിൽ ഷർട്ട്, ബനിയനാണെങ്കിൽ ബനിയൻ ഊരി ഇതേമാതിരി ചുറ്റണം. എന്നിട്ട് നമ്മൾ അതിൽ പോയിട്ട് വരയാനും മുറിപ്പെടുത്താനും ബ്ലേഡും കൊണ്ട് മാർക്ക് ചെയ്യാനൊന്നും പോകാൻ പറ്റില്ല. ചിലര് കടിച്ച് അതൊക്കെ പണ്ടുള്ള മെത്തേഡാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. വായും കൊണ്ട് ഉറിഞ്ചി കളയുന്ന അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ വായിൽ മുറിവുണ്ടെങ്കിൽ വിഷങ്ങളൊക്കെ അതിൽ കൂടെ കയറും. അപ്പൊ ഇതേമാതിരി 2 കാലിനെയും കൂടി അവസാനം ചേർത്തി കെട്ടി വെക്കണം. അതെന്തിനാ പറഞ്ഞാൽ നമ്മ ഇവര് നടക്കാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ കാല് ഒരു കാലം ഇങ്ങനെ ഇളക്കും, ഇവര് നടത്താനേ പറ്റില്ല. എന്നിട്ട് എല്ലാവരും കൂടി ഏറ്റിപ്പിടിച്ച് ഇങ്ങനെ ഏറ്റിപ്പിടിച്ചിട്ട് നമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുക. അപ്പൊ കാലിങ്ങനെ മറ്റേ കെട്ടാണ്ടിരുന്ന് പറഞ്ഞാൽ കാലിങ്ങനെ അങ്ങനെ ഇളക്കും. അപ്പൊ നമ്മ ശരീരം ഇളക്കാണ്ടിരിക്കണം, അതാണ് മെയിന്. ഇപ്പൊ തട്ടിയതിന്റെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് മുകളിൽ വെച്ചാണ് ഇങ്ങനെ കട്ടലൊക്കെ ചെയ്യേണ്ടത്.